ഹായ് ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചന്തയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ തന്നെ മത്തി ഒന്ന് ക്ലീൻ ചെയ്താണ് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടുണ്ട്. എത്ര ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ പോലെ വരത്തില്ല കേട്ടോ. ഇത് എനിക്കിങ്ങനെയൊന്നും വെക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ നമുക്കിനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് മത്തി കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇത് അവർ വൃത്തിയാക്കിയെന്ന് പറഞ്ഞാൽ അത്ര അങ്ങോട്ട് ശരിയായിട്ടില്ല. അപ്പോൾ അതെല്ലാം നല്ലപോലെ ഒന്നുകൂടെ നമുക്ക് ക്ലീൻ ചെയ്ത് നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ചിറകൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റി കണ്ടോ. ഇതൊക്കെ എത്ര വൃത്തിയാക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പോലെ ഒക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതാ പാലും ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത്, എനിക്കിങ്ങനെ പാലിടുന്ന ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല പച്ച മത്തി തന്നെയാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. ചെതുമ്പിലൊക്കെ ശരിക്കും ഉണ്ട് കേട്ടോ, എല്ലാം ഒന്നും പോയിട്ടൊന്നുമില്ല. ഇതുകൊണ്ട് ഈ കറുത്ത ഭാഗമെല്ലാം നമുക്ക് എടുത്ത് കളയണം. നമ്മൾ മീനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കാം. കല്ലുപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഉരച്ച് മീൻ കഴുകിയെടുക്കാം. ഇവിടെ മീനിൻ്റെ ഉലുമ്പ് മണമെല്ലാം നല്ലപോലെ ഉലുമ്പ് മണമൊക്കെ മാറി കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ നല്ലപോലെ നമ്മൾ കല്ലുപ്പ് കൊണ്ട് നല്ലപോലെ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കാം. കല്ലുപ്പ് എല്ലാം അലിഞ്ഞിട്ടില്ല, വീണ്ടും ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ 2-3 വെള്ളം നമ്മൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ഉരച്ച് കഴിയുന്നതിന് ശേഷം നമുക്ക് പിന്നെ വേറൊരു പാത്രത്തിലേക്ക് മീൻ എടുത്ത് മാറ്റാം. കണ്ടോ, നമ്മളിങ്ങനെ മൺചട്ടിയിലിട്ട് തന്നെ ഇങ്ങനെ ഉരച്ചെടുക്കുമ്പോൾ അതിൻ്റെ അഴുക്ക് ഇളകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു വെള്ളം കൂടെ ഇതുപോലെ ഒന്ന് ഉരച്ച് കഴിയുന്നതിന് ശേഷം നമുക്ക് മീനെടുത്ത് മാറ്റി കഴുകാം. നമുക്ക് മീൻ നല്ലോണം വെള്ളം തെളിഞ്ഞ് വരുന്നതൊന്ന് കഴുകിയെടുക്കാം. ഇവിടെ നമ്മുടെ മീനിൻ്റെ വെള്ളമെല്ലാം നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, അഴുക്കെല്ലാം പോയി. ഒരു 6-7 വെള്ളം നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി മാറ്റാം. അപ്പോൾ നമ്മുടെ മീനെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മത്തിയൊക്കെ കഴുകി കഴിയുമ്പോൾ നമ്മുടെ കൈക്കും പാത്രത്തിനുമൊക്കെ നല്ല മണം കാണും. അപ്പോൾ ഇതുപോലെ കുറച്ച് പിഴിപുളി എടുത്തിട്ട് നമ്മുടെ കയ്യിലൊക്കെ നല്ലപോലെ ഒന്ന് തേച്ച് കഴുകിയാൽ മതിയാവും. നല്ലപോലെ ഒന്ന് തേച്ചെടുക്കുക. കയ്യിലും കത്തി, നമ്മുടെ മീൻ കണ്ടിക്കുന്ന പിച്ചാത്തി, അതുപോലെ തന്നെ നമ്മുടെ ചട്ടിയിലൊക്കെ ഇതുപോലെ ഒന്ന് പുളിയൊന്ന് നല്ലപോലെ ഒന്ന് തേച്ച് നമുക്കൊന്ന് കഴുകി കളയാം. അപ്പോൾ നമ്മുടെ ബേസറിലൊക്കെ വീണ്ടും മീനിൻ്റെ സ്മെല്ല് നിൽക്കുവാണെങ്കിൽ കുറച്ച് കാപ്പിപ്പൊടി ഇല്ലേ, കാപ്പിപ്പൊടി, ഇതുപോലെ കുറച്ച് കാപ്പിപ്പൊടി എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഒട്ടും തന്നെ മീനിൻ്റെ മണം പിന്നെ നമുക്ക് വീടിനകത്ത് കിട്ടത്തില്ല കേട്ടോ. നമ്മൾ ഈ ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് പുറത്തു കൊണ്ടുപോയി മീൻ കഴുകാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇതുപോലെ നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ബാക്കിപ്പൊടി നമ്മുടെ കയ്യിലെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ചെടുക്കാം. അതുപോലെ നമ്മുടെ മീൻ കട്ട് ചെയ്ത പിച്ചാത്തിയും കൂടെ അതുപോലെ ഒന്ന് നമുക്ക് തേച്ചെടുക്കാം. മത്തിയാകുമ്പോൾ പെട്ടെന്ന് നല്ലൊരു മണം വരുമല്ലോ മീൻ കഴുകി കഴിയുമ്പോൾ. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മണം വീട്ടിനകത്തിരിക്കത്തില്ല കേട്ടോ. നമുക്ക് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം.
ഇനി നമുക്ക് മീൻ കറി വെക്കാൻ തുടങ്ങാം. അപ്പോൾ അതാ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ച് പാൻ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായ പാനിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 2 ടീസ്പൂണ് മല്ലി, പച്ചമല്ലി ഞാൻ എടുത്ത് കഴുകി വൃത്തിയാക്കി ഉണക്കി ഞാൻ ബോട്ടിൽ അടച്ചു വെച്ചേക്കുന്ന മല്ലിയാണ് കേട്ടോ. 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂണ് നിറച്ച് വേണ്ട ഇത്രയും കുരുമുളക്, ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് ഉലുവ, പച്ച ഉലുവ, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ മല്ലിയെല്ലാം നല്ലപോലെ മൂത്ത് കിട്ടുന്നവരെയും നമുക്കൊന്ന് വറുത്തെടുക്കാം. മല്ലിയെല്ലാം ഇപ്പോൾ ഇതാ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ മൂത്ത് കിട്ടണം. ഇതുപോലെ മത്തിക്കറി വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു വറ്റ് ചോറ് പോലും ആരും ബാക്കി വെക്കത്തില്ല. അത്രയ്ക്ക് ടേസ്റ്റായിട്ടോ നല്ലൊരു മത്തിക്കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതാ മല്ലിയൊക്കെ ഒരുവിധം മൂത്ത് വരുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. മല്ലിയൊക്കെ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. പണ്ടൊക്കെ നമ്മളെ എല്ലാം വറുത്ത്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വറുത്ത എല്ലാം കല്ലേൽ അരച്ചുകൊണ്ടിരുന്നത്, മല്ലിയും മുളകൊക്കെ. അപ്പോൾ അന്ന് ഒരു കറിക്ക് നമ്മൾ അരച്ച് കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ കൈ പുകച്ചിട്ട് താങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അത്രയൊക്കെ നമ്മൾ കുക്കിങ്ങിനൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ എല്ലാം പെട്ടെന്ന് ചെയ്യുന്ന എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇതാ നമ്മുടെ മല്ലിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ചേരുവകളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ചെറിയ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഈ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു തണ്ട് കറി ലീഫ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ നമ്മുടെ സവാള എല്ലാം നല്ലപോലെ വഴന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി, പഴുത്ത തക്കാളി ഒരെണ്ണം ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ല പനിയുണ്ട് കേട്ടോ. അതിൻ്റെ നല്ല ചുമയും സംസാരിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നാലും സംസാരിക്കുന്നുള്ളതേ ഉള്ളൂ. തൊണ്ടയ്ക്കൊക്കെ വേദനയൊക്കെയാണ്. അപ്പോൾ ഒന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നല്ലപോലെ വഴന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി കരിയാതിരിക്കുക ഇച്ചിരി ചട്ടി ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടാവട്ടെ. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് കടുക് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂണ് ഉലുവ. നമ്മൾ നേരത്തെ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഉലുവ, അതുകൊണ്ട് 1/4 ടീസ്പൂൺ മതിയാവും. പൊട്ടി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് 4-5 ഉണക്കമുളകും കറി ലീഫും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചെടുക്കണം. ഒരു 15 ചുവന്നുള്ളി ഇതുപോലെ അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയെല്ലാം വഴന്ന് നല്ലപോലെ ഒന്ന് നിറമൊക്കെ മാറി വരണം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി കിട്ടും. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളി, സവാള എല്ലാം കൂടെ നമ്മൾ മല്ലിയൊക്കെ വറുത്തരച്ചില്ലേ, ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതാറി ഒഴികെ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം.
ഇനി നമുക്ക് ഒരല്പം മാത്രം പുളിവെള്ളം, നമ്മൾ പകുതി മാങ്ങ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരല്പം മാത്രം മതി. കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. രുചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. കറി അടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കാം. ഒരു 3-4 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ മീൻകറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പകുതി മാങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടെ നമ്മുടെ കറിയും തിളയ്ക്കട്ടെ. ഇപ്പം നമ്മുടെ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. മാങ്ങയൊക്കെ ഇച്ചിരി വലുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ, പെട്ടെന്ന് വെന്ത് അരിഞ്ഞ് പോകത്തില്ല. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മത്തി ഇട്ട് കൊടുക്കാം. നമ്മുടെ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടച്ച് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ, കട്ടിപ്പാൽ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാൽ വേണ്ടാന്നുള്ളവർക്ക് അങ്ങനെ തന്നെ എടുക്കാം കേട്ടോ, തേങ്ങാപ്പാൽ ചേർക്കാതെ എടുത്താൽ മതിയാവും. തേങ്ങാപ്പാൽ ചേർക്കാതെ വറ്റിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന് നല്ലപോലെ ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കാം. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഈ സമയം ഉപ്പൊക്കെ നോക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനനുസരണം ഉപ്പ് വേണമെങ്കിൽ പുളിയോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക്. ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് വറ്റിച്ചെടുക്കാം. നമുക്ക് കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ തീ സിമ്പിളിട്ട് ഒരു 8-10 മിനിറ്റോളം കറി ഇങ്ങനെ നല്ലപോലെ വറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് രുചിച്ച് നോക്കട്ടെ. ഒരു രക്ഷയില്ല കേട്ടോ മക്കളെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് തോന്നും മീനിനകത്ത് മല്ലിയില ഇട്ടാലൊക്കെ അതിൻ്റെ ഫ്ലേവർ എങ്ങനെ ഇരിക്കുമെന്ന്. പക്ഷേ ഒരിച്ചിരി മല്ലിയില ഇട്ട് വെച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ വറുത്ത് അരച്ച മല്ലിയുടെയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ ഫ്ലേവറും ഇഞ്ചി ഈ മല്ലിയിലയുടെ ഫ്ലേവറും എല്ലാം ആയിട്ട് അടിപൊളി മീൻകറി കേട്ടോ. അപ്പോൾ നിങ്ങൾ മിക്സ് ആക്കാതെ ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് തരാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയും മതിയാവും. നമുക്ക് ഇനി ഇതൊന്ന് വാങ്ങി വയ്ക്കാം. ഇപ്പോൾ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് തണുക്കട്ടെ മീൻ. തണുത്ത് വരുമ്പോൾ ഞാൻ കാണിക്കാം. മാങ്ങയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മത്തിക്കറി ഇപ്പോൾ തണുത്തിട്ടുണ്ട്. കേട്ടോ, നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല മത്തിക്കറി. ഇപ്പോൾ ഈ മീൻകറി നമുക്ക് ഏത് മീനിലാണെങ്കിലും തയ്യാറാക്കി എടുക്കാം കേട്ടോ. മത്തി തന്നെ വേണമെന്നില്ല. ഏത് മീനായാലും ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ ഇത് മാത്രമേ തയ്യാറാക്കത്തുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ലൊരു മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.